തടഞ്ഞ അധ്യാപകർ വെറും അധ്യാപകരല്ല, അവർ സംഘപരിവാറിന് കീഴിലുള്ള അധ്യാപക പരിഷത്തിൻ്റെ നേതാക്കൾ കൂടിയാണ്. അതുകൂടി പറഞ്ഞാൽ അത് കൃത്യമാവുള്ളൂ. എന്തിനവർ തടഞ്ഞു എന്നുള്ളത് അവരുടെ ഐഡിയോളജിയാണ് അത് തടയുക എന്നുള്ളത്. ഈ ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തെമ്പാടും ഈ വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ നിരവധിയുണ്ട്. വലതുപക്ഷ പാർട്ടിയുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെ വംശഹത്യരാക്കിയ ഒരു മനുഷ്യനാണ്. അയാളുടെ ഐഡിയോളജി നാസിസമായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു മനുഷ്യൻ, അത്രയും ക്രൂരനായ മനുഷ്യൻ, ഇത്രയും ആളുകളെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ക്രൂരനായ ഒരു മനുഷ്യൻ, അയാളുടെ പ്രത്യയശാസ്ത്രം. ഇന്ത്യ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഒപ്പം നിൽക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരിക്കാം. ഒരുപക്ഷെ ബ്രിട്ടനും USSRും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു, എന്നാൽ ബ്രിട്ടനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഇവർ സഹായിച്ചേക്കാം. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ചിയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എന്തിൻ്റെ കേടാണ്? ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം അത് ബ്രിട്ടനെതിരെയാണ്, എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ട്രെയിനിങ് കൊടുത്തു കളയാം എന്ന് ജർമ്മനിയിലെ നാസിയായ, ജർമ്മനിയിലെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുകയാണ്. അത് ഒരു പോസിറ്റീവാണല്ലോ, ഒരു നന്മയാണല്ലോ. ഏതോ നാട്ടിൽ കിടക്കുന്ന ജനങ്ങൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നു, അവരെ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് എൻ്റെ ശത്രുരാജ്യമായ ബ്രിട്ടനെതിരെയാണ്, എന്നാൽ ഇവർ സഹായിച്ചട എന്നതൊന്നൊരു നന്മയാണ്. അത് ആ മനുഷ്യരുടെ സ്വാതന്ത്ര്യാഭിവാഞ്ചിയെ പിന്തുണയ്ക്കലാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ ഈ വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മോശം വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്ന് സയനിസവും ഒന്ന് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അതിൻ്റെ കാരണം, സയനിസം നമ്മൾ നോക്കുക, അത് രൂപം കൊണ്ടത് തന്നെ എങ്ങനെയാണ്? ഈ ജൂവിഷ് വംശഹത്യക്കെതിരെ പ്രതികരിച്ചുകൊണ്ട്. ജൂതന്മാർക്ക് യൂറോപ്പിൽ രക്ഷയില്ല. യൂറോപ്പിലെ എല്ലാ നാടുകളിലും അവർ ആക്രമിക്കപ്പെടുകയാണ്, അവർ വിവേചനത്തിരയാവാണ്, വംശത്തിക്കിരയാവാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് സയനിസം ഉണ്ടാകുന്നത്. അവർ പോയി എന്ത് ചെയ്യുന്നു? അവരെ എവിടെയെങ്കിലും പോയി രാജ്യം സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തിൽ അവിടെയുള്ള ആളുകളെ ആട്ടിയിറക്കി അവരെ വംശഹത്യ ചെയ്ത് അവരെ ആട്ടി ഓടിച്ച് അവരവിടെ രാജ്യം സ്ഥാപിക്കുന്നു. ആട്ടി ഓടിപ്പിക്കപ്പെട്ട ആളുകളെ, ഗെറ്റോയിസ് ചെയ്യപ്പെട്ട ആളുകളെ, അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെ പതിറ്റാണ്ടുകളായി കൊന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഒരു തരത്തിലുള്ള നന്മയും ഒരു മനുഷ്യ സ്നേഹവും മാനവരാശിയോടുള്ള വിശാലമായ താല്പര്യമോ ഒന്നും അവരിതുവരെ ഒരു പ്രത്യയശാസ്ത്ര എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാ അർത്ഥത്തിലും മനുഷ്യവിരുദ്ധമായ നിലപാടുകൾ, എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും എതിരായ നിലപാടുകൾ, എല്ലാ അർത്ഥത്തിലും വംശീയമായ വിവേചനത്തിൻ്റെതായ നിലപാടുകളാണ് സയൻസിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ സംഘപരിവാറിലേക്ക് വരിക, നേരെ കസിനാണെന്ന് പറയും. ഏതെങ്കിലും തരത്തിൽ മനുഷ്യ നന്മ, മരിക്കുന്ന മനുഷ്യരോടുള്ള സ്നേഹം ഇവരെവിടെയെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വംശീയമായി അവർ വെറുക്കുന്ന മനുഷ്യർ മരിക്കുമ്പോൾ മാത്രമല്ല, അവർക്കിഷ്ടമുള്ള ആൾ മരിക്കുമ്പോൾ പോലും അവർക്കൊരു തരത്തിലുള്ള സഹാനുഭൂതി ഉണ്ടാവുന്നില്ല. അവരുടെ കൂട്ടത്തിലുള്ളവർ മരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളെ കൊന്നിട്ടാണെങ്കിലും മറ്റവനെ പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ മലപ്പുറത്ത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കി ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആൾ മരിച്ച കഥ ഇവിടെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഉദാഹരണമല്ല, എത്രയോ ഉദാഹരണങ്ങൾ. അവരിലുള്ള ആളുകളെ തന്നെ കൊന്നുകൊണ്ട് മറ്റവരെ പെടുത്തുക എന്നുള്ളത് അവരുടെ സ്ഥിരം ശൈലി തന്നെയാണ്. അവരിൽ തന്നെ ഒരാളെ കൊല്ലുക, എന്നിട്ട് മറ്റൊരാളെ പെടുത്തുക. സ്വന്തം അവർ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് മാംസം വലിച്ചെറിയുക, പശുവിൻ്റെ തല കൊണ്ടുവന്ന് വയ്ക്കുക, എന്നിട്ട് മറ്റാരെങ്കിലും പെടുത്തുക. ഇതാർക്കാണ് പറ്റുക? അവർ വിശ്വാസിയാണെന്നാണല്ലോ അവർ പറയുന്നത്. അവർ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് മലം വലിച്ചെറിയുക, പശുവിൻ്റെ ഇറച്ചി വലിച്ചെറിയുക, പന്നിയുടെ തല കൊണ്ടുവന്ന് വയ്ക്കുക, എന്നിട്ട് കലാപം ഉണ്ടാക്കുക. ഇതാരെ കൊണ്ട് സാധിക്കും? ഇത്രയും വൃത്തികെട്ട പ്രത്യയശാസ്ത്രം. ഈ രണ്ടെണ്ണം ഒക്കെ ചങ്ങായിമാരെന്നോ അളിയന്മാരെന്നൊക്കെ വിളിക്കാവുന്ന രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കുക, ലോകത്തെമ്പാടും ഫലസ്തീൻ അനുകൂലമായ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് യൂറോപ്പിലൊക്കെ തെരുവിലിറങ്ങുന്നത്. അതായത് നമ്മൾ ഈ ഒക്ടോബർ 7 ഇൻസിഡൻ്റ് ഉണ്ടായ സമയത്ത് ലോകത്ത് വലിയ ഡിബേറ്റായിരുന്നു. എന്താണ്? ഹമാസ് ചെയ്ത് ശരിയാണോ? ഹമാസ് അല്ലേ കുഴപ്പമുണ്ടാക്കിയത്? ചുണ്ടങ്ങ് കൊടുത്ത് വഴുതന വാങ്ങിയില്ലേ? ഈ ഒരു സാധനം കേരളത്തിൽ ഉൾപ്പെടെ ലോകം മുഴുവൻ ചർച്ചയായിരുന്നു. ഇന്ന് ആ ചർച്ചയില്ല. ഇന്ന് ചുണ്ടങ്ങ വഴുതനങ്ങ തീറി ആരും പറയുന്നില്ല. ഇന്ന് നടക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വംശഹത്യയാണ്. ഈ വംശഹത്യ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട് ഏത് വിധേനയും. ഇത് പറയുന്നത് ലെഫ്റ്റ് ഐഡിയോളജിയുള്ള ആളുകളല്ല, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ മുസ്ലിം കമ്മ്യൂണിറ്റിയോ മുസ്ലിം പാർട്ടികളോ അല്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരും, ഈവൻ റൈറ്റ് വിങ് ഐഡിയോളജി പേർന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനനുസരിച്ച് പ്രമേയം പാസ്സാക്കുകയാണ്. ഇത് തടയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് യൂറോപ്പിൽ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, ഏഷ്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുകയാണ്. വി ആർ വിറ്റ്നസിങ് എ ജനസൈഡ്. ഇത് തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനം മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ. ഏത് രാജ്യത്തിന് വിരുദ്ധം? ഇവർക്കറിയില്ലേ ഇന്ത്യ UN സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത്?
സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ സർക്കാർ UN എന്നിട്ട് അത് രാജ്യവിരുദ്ധമാണെന്ന് പറയുക. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഫാക്റ്റോ അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡോ ഒന്നും അല്ല പ്രശ്നം. ശുദ്ധമായ വെറുപ്പ്, അപരനോടുള്ള ശുദ്ധമായ വെറുപ്പാണ് അവരെ ഡ്രൈവ് ചെയ്യുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നും അവർക്കില്ല. അതുകൊണ്ടാണ് അവരത് പോയി തടയുന്നത്. ഇന്ന് നോക്കൂ, ആ മൈം വീണ്ടും അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ BJP പ്രൊട്ടസ്റ്റായിട്ട് വരികയാണ്. എന്താ അവരുടെ ആവശ്യം? എന്തിനാണ് എന്താണ് ഗസയ്ക്ക് വേണ്ടിയുള്ള മൈമിൽ എന്തിനാണ് ഫലസ്തീൻ്റെ പതാക എന്നാണ് ഒരാൾ ചോദിക്കുകയാണ്. ഒരു തടഞ്ഞ മാധ്യമങ്ങളോട് ചോദിക്കുക, ഗസയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന മൈമിൽ ഫലസ്തീൻ്റെ പതാക എന്തിനാണ്? അപ്പോൾ അവർ വിചാരിച്ചാൽ ഫലസ്തീൻ വേറെ ഏതോ ആണ്, ആഴത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, വേറെ എവിടെയാണെന്നാണ്. അപ്പോൾ ഈ ജാതി ഇന്ന് ഇങ്ങനെയുള്ള മണ്ടത്തരം പറയുന്ന രണ്ട് ആൾക്കാരുള്ളൂ. ഒന്നാം പ്രകടനം നടത്തിയ BJP-ക്കാർ, പിന്നെ ഈ ലാപ്ടോപ്പ് തുറന്നു വെച്ച് പ്രസംഗിക്കുന്ന ചില നാസ്തിക മോർച്ചക്കാരില്ലേ, ഇവർ രണ്ടുപേരും ഇത് പറയുന്നുള്ളൂ. വേറെ ആരും ഈ ലോകത്ത് പറയുന്നില്ല. അവരെ നയിക്കുന്നത് വെറുപ്പ് മാത്രമാണ്.